കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന കൃഷി വകുപ്പും സംയുക്തമായി ആരംഭിച്ച FPO കർഷക പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് EDയുടെ കീഴിൽ ചേർപ്പ് ബ്ലോക്കിൽ 2023 ഫെബ്രുവരി 25 രൂപീകൃതമായി. കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാനുള്ള വേദി ഉണ്ടാക്കുന്നത് വഴി കർഷകർക്ക് നല്ല വരുമാനം ഉറപ്പുവരുത്താൻ FPOക്ക് സാധിക്കുന്നു. ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ 6 കൃഷിഭവനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി വകുപ്പിൻ്റെ ഒരു പദ്ധതിയായ വിളയിടാധിഷ്ഠിത ആസൂത്രണ സമീപനം ഫാം പ്ലാൻ ബേസ്ഡ് അപ്രോച്ച് എന്ന പദ്ധതിയും കീഴിലുള്ള കർഷകർ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിന് വേണ്ടി ഈ സമിതിയിൽപ്പെട്ട അംഗങ്ങളെല്ലാം കൂടി രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് ചേർപ്പ് ബ്ലോക്ക് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന പേരിൽ 2 വർഷം മുമ്പ് നിലയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ അംഗങ്ങളാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത്. പ്രസിഡൻറ്റ് മുരളീധരൻ സാറ്, സെക്രട്ടറി പ്രസന്നൻ ചേട്ടൻ, അതിലെ ട്രഷറർ ശിവപ്രസാദ് ചേട്ടൻ, അംഗങ്ങളായിട്ടുള്ള ജോയ് ചേട്ടൻ ഇവിടെ ഉണ്ട്, അതുപോലെ അർച്ചന, ശരത്ത്. ഇതുകൂടാതെ ഏകദേശം ഇപ്പോൾ ഈ പദ്ധതിയുടെ കീഴിൽ 6 കൃഷിഭവനുകളിലായിട്ട് 150ഓളം കർഷകർ ഈ സമിതിയിൽ അംഗത്വം ഉണ്ട്. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞൊരു വർഷത്തിലാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ പല ഈ FPOയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബ്ലോക്കിലെ ഭരണസമിതി ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ ഒരു റൂം മിതമായ നിരക്കിൽ വാടകയ്ക്ക് അനുവദിച്ചു തന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് മഴമ എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ ബ്രാൻഡിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വാഴ, ചക്ക, നെല്ല്, മറ്റ് സ്പൈസസ്, അതായത് മെയിനായിട്ട് കുരുമുളക്, അതുപോലെ മഞ്ഞൾ, അങ്ങനെ ഈ ചേർപ്പ് പരിധിയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന പപ്പായ, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ കാവത്ത്, അങ്ങനെ കൂടുതൽ ഉപയോഗിക്കപ്പെടാതെ കേടായി പോകുന്ന കാര്യങ്ങൾ മൂല്യവർദ്ധിതമാക്കി മാറ്റി അത് മഴമ എന്നുള്ള പേരിൽ ബ്രാൻഡിൽ അവരതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രൊസീജിയർ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചിട്ടുണ്ട്. കടയ്ക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഈ പാക്കിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഫുഡ് പ്രോഡക്ട്സിൻ്റെ വിൽപ്പനയ്ക്ക് ആവശ്യമായ FFSI രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, ഈ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലൊരു 60ഓളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി ഇരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി എക്സ്പോഷർ ഇവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത്രയാണ് മഴമേനെ പറ്റി പറയാനുള്ളത്. യാതൊരുവിധ മായവും ഇല്ലാത്ത ഒറിജിനൽ സാധനം ഇവിടെ കിട്ടും കേട്ടോ. ചക്ക മിക്സ്, കുന്നക്കായപ്പൊടി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തൃശ്ശൂർ എവിടെയും കിട്ടില്ല കേട്ടോ. കപ്പപ്പൊടി ഇവിടെ ഉണ്ട്. അതേപോലെ നാടൻ മഞ്ഞപ്പൊടിയും ഇവിടെ കിട്ടും കേട്ടോ. 3 തരം റാഗിപ്പൊടിയാ? അതെ, 3 തരം റാഗിപ്പൊടി. സാധാ റാഗിപ്പൊടി, സ്റ്റീംഡ് റാഗിപ്പൊടി ആൻഡ് സ്പ്രൗട്ടഡ് റാഗിപ്പൊടി. ഓ, അടിപൊളി. പപ്പായ പൊടി പോലെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. കർഷകരുടെ നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. കൂവപ്പൊടി, ഇത് കാവത്ത്. മനസ്സിലായി. ഇതെന്താ അരി 80%, 100%? അതായത് സാധാരണ അരി അത് വിട്ട് ഇതിന് 70% തവിട് റീറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതാണെന്ന് വെച്ചാൽ 100% തവിട് റീറ്റെയിൻ ചെയ്തു. ഓ, അപ്പൊ അത്രയും ഹെൽത്തിയാന്ന് അർത്ഥം. സ്റ്റീംഡ് ചോളപ്പൊടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഉണക്കലരിയുടെ പൊടിച്ചതാണ് ഈ ഒരു നൈസ് പൊടി. ഇത് മഞ്ഞളിന് വേണ്ടി മാത്രമാണ് പൊടിപ്പിക്കുക, വേറെ ഒരു ഐറ്റംസ് അതിൽ പൊടിപ്പിക്കുന്നില്ല. മഞ്ഞളിന് വേണ്ടി എസ്പെഷ്യലി ഓൺലി ഫോർ മഞ്ഞൾ. ഇത് ഗോതമ്പിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊടിപ്പിക്കുന്ന മെഷീനാണ്. ഗോതമ്പ് മാത്രമാണ് പൊടിപ്പിക്കുക. ഇതിൽ നമ്മൾ മല്ലി പൊടിപ്പിക്കും, മല്ലി മാത്രം. പിന്നെ അതുകൊണ്ട് ഒരു ഒന്നിലേക്കും ഒന്നും മിക്സ് ആവില്ല പൊടിക്കുന്ന അവസരത്തിൽ. ഇതിൽ നമ്മൾ മുളക് മാത്രമാണ് പൊടിക്കുക. ഇതിൽ നമ്മൾ അരി പൊടിക്കും. അരിയുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിലാണ് പൊടിക്കുക. അത് പുട്ടിൻ്റെ പൊടി, നൈസ് പൊടി, അതൊക്കെ അരിപ്പ് മാറ്റിയിട്ടിട്ട് നമ്മൾ പൊടിക്കും. പിന്നെ പൊടിച്ച പൊടികളെല്ലാം റോസ്റ്റ് ചെയ്യുന്ന മെഷീനുകളാണ് ഇത്. ഇതൊരു ചെറിയ മെഷീനാണ്. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഒരു 15 കിലോ വരെ ഇതിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇതിൽ ഒരു 20-25 കിലോ വരെ നമുക്കിതിൽ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ അരി വറുക്കും,
പിന്നെ ബാക്കിയുള്ള ഈ ഗോതമ്പിന്റെ പുട്ടുപിടിക്കുള്ളത് വറുക്കും, പിന്നെ നമ്മൾ അവലൂസ് പൊടി വറുക്കും, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതിലാണ് വറുക്കും. ഇപ്പോൾ മുരിങ്ങയിലപ്പൊടി വെച്ചിട്ടുണ്ട്, മുരിങ്ങയില വെച്ചിട്ടുണ്ട് നമ്മൾ ഡ്രയറിൽ. മുരിങ്ങ എല്ലാതും, മഞ്ഞൾ, നമുക്ക് എല്ലാ ഐറ്റംസും, കുരുമുളക്, പച്ചക്കുരുമുളക് കൊണ്ട് നമുക്ക് ഒരു ഡ്രൈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഒത്തിരി ഹാഫ് ഡ്രൈ ആയില്ലേ നോക്കിയിട്ട് എല്ലാ ട്രേസും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് എടുത്ത് അതിൻ്റെ രീതിയിൽ ചെയ്യാം. ഒരു മോളിത്തെ ട്രൈ വേണമെങ്കിൽ ചൂട് കൂടി കഴിഞ്ഞ് നമുക്ക് അടിയിലേക്ക് വെച്ചു കൊടുക്കാം, അടിയിലത്തെ ട്രൈ മോളിക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. അതിൻ്റെ മുരിങ്ങയിലയുടെ പൗഡറൊക്കെ വരുമ്പോൾ നമ്മൾ മുരിങ്ങയിലേനെ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഡ്രയറിൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ പിന്നത്തെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് പിന്നെ പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നോട് വന്നു കഴിഞ്ഞാൽ പാക്കിംഗ്, മാനുവൽ പാക്കിംഗ് ഉണ്ട്. നമുക്കത് ഓട്ടോമാറ്റിക് സെക്ഷനാണ്. അത് ഇത് നമ്മൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് പാക്ക് ചെയ്ത് ഇവിടെ വന്ന് പാക്ക് ചെയ്തിട്ട് ഓരോരോ പൊടി റാഗിപ്പൊടിയാണ്, ഓരോ പൊടിയാണ്. അപ്പൊ ഈ മെഷീനിൽ പാക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മഴമ എന്ന ബ്രാൻഡിൽ പാലക്കിലുള്ള ഔട്ട്ലെറ്റിലൂടെ 2024 സെപ്റ്റംബർ 2 വിപണനം ആരംഭിച്ചു. 2024 ഡിസംബർ 1 മുതൽ ഒല്ലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ആഴ്ചചന്തയിലും മഴമ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റുപോകുന്നു. 60ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്ന് മഴമ ബ്രാൻഡിന്റേതായിട്ടുണ്ട്. ഈ സംരംഭത്തിലൂടെ നേരിട്ടുമില്ലാതെയും 12 പേർക്ക് തൊഴിൽ നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ഈ ചെറിയ കാലയളവിലും 127ഓളം കർഷകർ FPOയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെയും കൃഷിഭവന്റെയും ചേർപ്പ് ബ്ലോക്ക് AD മാഡത്തിന്റെയും സഹകരണവും സഹായവും നമ്മുടെ FPOയ്ക്ക് ഒരു അനുഗ്രഹമാണ്, മുതൽക്കൂട്ടാണ്. കർഷകർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യവും സൃഷ്ടിക്കാൻ മഴമ എന്ന ബ്രാൻഡുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.